വസുദേവൻ ഭഗവാനോട് വീണ്ടും തുടർന്നു പറഞ്ഞു, ദുഷ്ടനായ കംസൻ ഞങ്ങളെ കെട്ടിയിട്ട് ബന്ധനത്തിലാക്കിയിരിക്കുന്നു. ഞങ്ങളെ രക്ഷ പ്രാപിക്കാതെ സൂക്ഷിക്കുന്നതിനായി ഭടന്മാരെ കാവൽ നിർത്തിയിരിക്കുകയും ചെയ്യുന്നു. ഇനി അങ്ങ് അവതരിച്ചിരിക്കുന്ന വിവരം അറിയുന്ന മാത്രയിൽ തന്നെ അവതാര രൂപത്തെ കൊല്ലുന്നതിന് അവൻ ആയുധവുമായി വരുന്നതായിരിക്കും. കാരുണ്യാബുധിയെ, ആ വിവരം അങ്ങയെ ഞാൻ അറിയിക്കുന്നു. ഭയം എന്തെന്നറിയാത്ത അങ്ങയെ ഈ വിവരം ഞാൻ അറിയിക്കുന്നത് ഞങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ആനന്ദസാഗരനെ, ഞങ്ങൾക്ക് ശരണം മറ്റൊന്നുമില്ല. ഇപ്രകാരം തൊഴുതു പ്രാർത്ഥിച്ചുകൊണ്ട് വസുദേവൻ ആനന്ദപ്രദന്റെ അവതാരമായ ആ പുത്രന്റെ സമീപം നിലകൊണ്ടു. ആ സമയത്ത് ദേവകിയും അതേ ഭാവത്തിന് വിധേയയായി. മഹാവിഷ്ണുവിന്റെ അവതാരമായി തന്നിൽ ജനിച്ച ആ പുത്രനെ അവൾ അത്ഭുതവും ആനന്ദവും നിറഞ്ഞ ഹൃദയത്തോടു കൂടി കണ്ടു. ചങ്ങലയിലാണ് കഴിയുന്നതെങ്കിലും അവൾ ആനന്ദവാരിധിയിൽ മുഴുകി. നിറഞ്ഞ ഭക്തിയോടുകൂടി ദേവകിയും ഭഗവാനെ സ്തുതിക്കുന്നു. ദേവകി നിയന്താവായ ഭഗവാനെ സ്തുതിക്കുന്നു. നാഥ, ജഗദീശ്വര, ദയാവാരിധി, രക്ഷിച്ചാലും. സർവ്വതിനും ആദികാരണമായി, അവ്യക്തമായി, ആദിമധ്യാന്തങ്ങൾ ഇല്ലാത്തതായി, വേദാന്ത വാക്യാർത്ഥമായി, ആധ്യാത്മ പ്രദീപമായി, സ്വയം ജ്യോതിർരൂപമായി, അരൂപമായി, നിത്യമായി വിളങ്ങിടുന്ന അങ്ങല്ലാതെ മറ്റൊന്നും ലോകത്തിനില്ലെന്ന് വേദങ്ങൾ പറയുന്നു. എന്റെ ഗർഭാശയത്തിൽ അവിടുന്ന് അവതരിച്ചിരിക്കുന്നുവല്ലോ. മൂലകൃതിയിൽ ദേവകിയുടെ സ്തുതിയുടെ ആരംഭഭാഗം ഏതാണ്ട് ഇപ്രകാരമാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്തതും ആദികാരണവും വ്യാപകവും സ്വയം പ്രകാശിക്കുന്നതും പ്രകൃതികാര്യ ഗുണരഹിതവും വികാരങ്ങളില്ലാത്തതും ദേവനെന്നും മനുഷ്യനെന്നുമുള്ള വിശേഷങ്ങളോട് കൂടാത്തതും ക്രിയാരഹിതവും ആവരണരഹിതവുമായിരിക്കുന്ന വിഷ്ണു നിന്തിരുവടിയാകുന്നു. അല്ലാതെ മറ്റൊന്നും ലോകത്തിനില്ലെന്നുകൂടി ദേവകി അറിയുന്നു. ആ അറിവാണ് യഥാർത്ഥ ജ്ഞാനം. ആ ജ്ഞാനം പ്രാപിക്കുമ്പോഴേക്കും ദേവകിയെ ലൗകിക ഭാവങ്ങൾ വിട്ടുപോയിരുന്നില്ല. അതുകൊണ്ട് ദേവകിയെ ഭയം ബാധിക്കുന്നു. ഭഗവാനെ സ്തുതിക്കുന്ന ദേവകിയുടെ വാക്കുകൾ തുടരുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്ന കാരുണ്യമൂർത്തേ, അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഭോജാധിപനായ കംസന്റെ നേർക്കുള്ള ഭയം കൊണ്ട് ഈ കോണിൽ കിടന്ന് വലയുകയാണ് ഞങ്ങൾ. രാജാവായ കംസൻ ഏതു നിമിഷത്തിലാണ് അതിക്രമിച്ച് കടന്നു വന്ന് ഞങ്ങളെ നശിപ്പിക്കുക എന്ന വിചാരം മൂലം ഞങ്ങളുടെ ഭയം അനുനിമിഷം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന എനിക്ക് ഭയപ്പെടേണ്ടതില്ല, എങ്കിലും അങ്ങനെ സംഭവിച്ചു പോകുന്നു. ധൈര്യമില്ലാത്തവളായതുകൊണ്ടാണ് എന്നെ ഭയം ബാധിക്കുന്നത്. ഞാൻ അബലയുമാണല്ലോ. മാത്രമല്ല കർമ്മവാസനയും എന്റെ ഭയത്തിന് കാരണമാണ്.